എൻ്റെ അച്ഛൻ നല്ലോണം കള്ളു കുടിക്കായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ കള്ളു കുടിക്കുന്ന ഏറ്റവും വലിയ ഗുണം എന്താന്ന് പറയാം, അമ്മ പറയുന്നത് എന്താ പറയുക, അച്ഛൻ വർത്താനം പറയണേ ലേശം കുടിക്കണം. അങ്ങനെ കുടിച്ച അച്ഛൻ അമ്മക്ക് പച്ചക്കറിയെല്ലാം മുറിച്ചിട്ട് കൊടുക്കും. ഭയങ്കര വർത്താനം, മോനെ പഠിപ്പിക്കുന്ന ഒന്നും പറയണ്ട, കള്ളു കുടിച്ച മൂപ്പർ വേറൊരു മനുഷ്യൻ തന്നെ. അങ്ങനെ അച്ഛൻ ലേശം കുടിച്ചോട്ടെ എന്നൊരു ആഗ്രഹം ആർക്കുണ്ട്? എൻ്റെ അമ്മക്കുണ്ട്. എനക്കും നല്ലോണം ഉണ്ട്. കാരണം എന്താണോ, ചോദ്യമൊന്നും ചോദിക്കൊന്നുമില്ല. ചോദ്യം ചോദിച്ചാൽ തന്നെ അടിയൊന്നുമില്ല. അങ്ങനെ 8ാം ക്ലാസ്സിലിരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു സൈക്കോളജിസ്റ്റ് മദ്യത്തിനെതിരെ ക്ലാസ് എടുത്തു. ചോദ്യം ചോദിച്ചു, നിങ്ങളെ വീട്ടിൽ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? ആണത്തുള്ള എത്ര പിള്ളേരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എണീറ്റില്ല. കാരണം അച്ഛൻ കുടിച്ചോട്ടെ എന്നാണല്ലോ എൻ്റെ ആഗ്രഹം. രാജേന്ദ്രൻ മാഷ് എന്ന് പറയുന്ന മാഷോട് ഇവർ പോയി പറഞ്ഞു, ഇവൻ്റെ വീട്ടിൽ കുടിക്കുന്ന ആളുണ്ട്. പക്ഷെ ഞാനും ഇവരുടെ ഒക്കെ വർത്താനത്തിന് മുമ്പിൽ, അവിടെയാണ് ചില വർത്താനങ്ങൾക്ക് നമുക്ക് വല്ലാണ്ട് സ്വാധീനം ചെലുത്താൻ പറ്റും. അങ്ങനെ ഈ അച്ഛൻ്റെ പുറകെ മാഷ് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നിങ്ങൾ 5:45 എന്തായാലും നമ്മൾ അച്ഛനെ ഫോളോ ചെയ്തു. ആദ്യത്തെ ദിവസം അച്ഛൻ പറഞ്ഞു, മുട്ടായി കടലമുട്ടായി വാങ്ങി തന്നു, പൊയ്ക്കോന്ന് പറഞ്ഞു. നമ്മൾ കടലമുട്ടായി വേഗം തിന്ന് വീണ്ടും അവിടെ തന്നെ നിന്നു. പക്ഷെ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, സ്വന്തം അച്ഛൻ മക്കളുടെ മുമ്പിൽ നിന്ന് കള്ളു കുടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 6:15 മണിയായപ്പോൾ അച്ഛന് നമ്മൾ പോകില്ല എന്ന് ഉറപ്പായപ്പോൾ പറഞ്ഞു, ഞാനങ്ങ് വരുന്ന്. ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്നെ കൊല്ലും. ഞാൻ പറയും കൊന്നോ, എന്നാലും അച്ഛൻ മരിക്കരുത് എന്ന വാശിയുണ്ടെന്ന് വെറുതെ പറഞ്ഞ. പക്ഷേ അതിൽ അച്ഛൻ വീണുപോയി. അന്ന് എൻ്റെ പുറകെ തന്നെ നമ്മുടെ 3 ആളെ പുറകെ അച്ഛൻ ഇങ്ങ് പോകുന്നു. 2ാമത്തെ ദിവസം തുടർച്ചയായ ഒരാഴ്ചത്തെ പ്രക്രിയയിലൂടെ അച്ഛൻ മദ്യത്തിൽ നിന്ന് വിമുക്തനായി. അതും ഒരു ഭീകരനായ ഒരു കുടിയനാണ് നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അന്ന് എനിക്ക് മനസ്സിലായി, ലോകത്തേത് മുഴുക്കുടിയനും ഒരു ചികിത്സയില്ലാണ്ട് കുടുംബത്തിൻ്റെ പശ്ചാത്തലമുണ്ടെങ്കിൽ, പിൻബലമുണ്ട് എങ്കിൽ കള്ളുകൂടി നിർത്താൻ പറ്റുന്ന അന്ന് എനിക്ക് മനസ്സിലായതാണ്.